അങ്ങനെ വെയിൽ വാങ്ങാനായി ഇറങ്ങിയപ്പോൾ ഞാൻ നമ്മുടെ കൃപയിലേക്ക് പോയി റോസ് കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട്. ആഹാ, അവിടെ ടിന്നിൽ എൻ്റെ കളർ ഒഴിച്ച് ബാക്കി എല്ലാ കളേഴ്സും ഉണ്ട്. അങ്ങനെ ബാക്കി വരുന്ന എല്ലാ കളറും ഇട്ട് വെക്കുന്ന ഒരു മിക്സഡ് ടിന്നിൽ എൻ്റെ നായിക്ക് ഞാൻ കണ്ടുപിടിച്ചിട്ടോ. അത് ഒരെണ്ണേ ഉള്ളൂ എന്നായി ഡൗട്ട്. അങ്ങനെ തിരഞ്ഞു പിടിച്ച് ഒരു 36 കിട്ടി. ഹാവോ, ഇനി ഇത് ലവ് പോലെ ഇരിക്കുമോ എന്ന് അറിയണ്ടേ. ഞാൻ അവിടെ വെച്ച് തന്നെ ലവ് ഉണ്ടാക്കി കളിച്ചു. എനിവേ ബ്രൗൺ ഫ്ലവർ തപ്പി തന്ന സ്റ്റാഫിന് താങ്ക്സ്. പേര് ചോദിക്കാൻ വിട്ടുപോയി. സാമഗ്രികളെല്ലാമായിട്ട് നേരെ നമ്മുടെ മൂസിയുടെ അടുത്തോട്ട്. ഇതെല്ലാം നടക്കുന്ന ആഫ്റ്റർ ക്ലീനിങ് ടൈമാണ്. ഇതൊക്കെയല്ലേ ലൈഫിലൊരു സന്തോഷം. പിന്നെ ഫ്രോക്കിൻ്റെ ലവ് അറേഞ്ച് ചെയ്യാനും ബട്ടർഫ്ലൈ വെക്കണോ വേണ്ടയോ, ബട്ടർഫ്ലൈയിലെ ചെറുതിനെ കട്ടാക്കി വെക്കാം എന്നായി. മൂസിയുടെ സജഷൻ പ്രകാരം നെറ്റിൽ ഫുള്ള് നമുക്ക് ബീഡ്സ് പഞ്ചാക്കാമെന്ന് വെച്ചു. അങ്ങനെ അതും ട്രയലാക്കി നോക്കി. അതൊക്കെയാണ് നിങ്ങളീ കാണുന്നത് കേട്ടോ. മൂസി 27 ഗൾഫിന് പോവാണേ. അതിന് മുന്നേ ഉള്ള മൺഡേയാണ് ഇതൊക്കെ നടക്കുന്നത്. എന്തായാലും ആളെല്ലാം സെറ്റാക്കി ട്യൂസ്ഡേ തന്നിട്ടാണ് ഗൾഫിന് പോയത്. അങ്ങനെ അവസാന കലാപരിപാടിയായ വെയിലിൽ പേരെഴുത്തും കൂടി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഈ ഔട്ട്ഫിറ്റിന്റെ ഫൈനൽ ലുക്ക് ആൻഡ് റെഫറൻസ് പിക്ക് കാണണ്ടേ? അറിയാതം